ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷനായ പാരീസിലോട്ട്, ഫ്രാൻസ്. പിന്നെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പിന്നെ പാരീസിൽ പോയിട്ട് ഐഫിൽ ടവറൊക്കെ ഒന്ന് കാണാമെന്നുള്ളത്. ഇപ്പോഴാണ് അതിൻ്റെ ഏകദേശം ഒരു സമയമായത് എനിക്ക്. പിന്നെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് റിഗയിലാണ്, റിഗ എയർപോർട്ടിൽ. ഇവിടെ ഇപ്പോൾ പുലർച്ചയായ സമയം. പിന്നെ ഇപ്പോഴാണ് ഫ്ലൈറ്റ്. ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും പാരീസിലോട്ട് എത്താൻ. പിന്നെ പാരീസിൽ നിന്ന് കുറച്ച് ഔട്ടറായിട്ടുള്ള എയർപോർട്ടിലേക്കാണ് എത്തുക. പിന്നെ അവിടുന്ന് ഒരു 2 മണിക്കൂർ പിന്നെ സെൻട്രലിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാന്. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ പാരീസിലോട്ടുള്ള എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എന്തായാലും ബാക്കി നമുക്ക് വഴിയെ നോക്കാം. റിഗ എയർപോർട്ടിലൊക്കെ ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെയൊക്കെ ഡെക്കറേഷൻസാണ് ഈ കാണുന്നത്. പിന്നെ ഏതായാലും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഈ റയനെയർ ഫ്ലൈറ്റാണ് ഞങ്ങൾ പാരീസിലോട്ട് പോകുന്നത്. പാരീസ് ബുവനേഴ്സ്, അതാണ് എയർപോർട്ടിൻ്റെ പേര്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ എയർ ബാൾട്ടിക്, ഈ റയനെയർ, വിസ് എയർ, അങ്ങനത്തെ കുറച്ച് ഫ്ലൈറ്റാണ് ഇവിടെ ചീപ്പായിട്ട് ഇന്റർ യൂറോപ്പൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഏത് ഷെങ്കൻ കൺട്രീസൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ടും വേണം, അതേപോലെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡും. ഇപ്പോൾ എൻ്റെ ലാറ്റ്വിൻ്റെ ആണുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അങ്ങനെ നമുക്കിനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. ഇതാണ് റയനെയറിലൊക്കെ നമ്മളിങ്ങനെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വേണം കയറി പോകാൻ. ഇതാണ് ഫ്ലൈറ്റ്. ഓ അടിപൊളി. ഇങ്ങനെ കയറുക. അങ്ങനെ ഞങ്ങൾ റിഗയിനോട് ഒരു 3 ദിവസത്തേക്ക് വിട പറയാണ്. പാരീസിലെത്തി. പാരീസ് ഒരു ഔട്ടറിലുള്ള ബുവനേഴ്സ് എന്ന് പറഞ്ഞ എയർപോർട്ടിലാണുള്ളത്. പിന്നെ ഇവിടുന്ന് ഇനി ബസ്സൊക്കെ എടുത്തിട്ട് വേണം ഇനി ഐഫിൽ ടവറിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എന്തായാലും 7 മണിയായെങ്കിലും നേരം വെളുത്തില്ല. സൂര്യൻ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല കാറ്റാട്ടോ. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൻ്റെ പുറത്തെത്തി. ഒരു ചെറിയ എയർപോർട്ട്. ഫ്രാൻസിനെ കുറിച്ച് ഞാനിതൊന്നും അല്ല വിചാരിച്ചത്. അല്ലെങ്കിൽ എയർപോർട്ട് മാറിയതാവും ചിലപ്പോൾ. പാരീസ് അവിടെ അടുത്ത് നല്ല എയർപോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബുവനേഴ്സ് എന്ന് പറഞ്ഞൊരു എയർപോർട്ടാണ്. എന്തായാലും സിറ്റി സെൻറ്ററിലേക്ക് ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്, പിന്നെ അല്ലാതെ പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഇതാണ് ഈ എയർപോർട്ട്. നമ്മുടെ നാട്ടിൽ ചെറിയ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ ഉണ്ട്. ഏതായാലും നല്ല കാറ്റും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഐ തിങ്ക് ലാറ്റ്വിനെക്കാട്ടിൽ കുറച്ചുകൂടി തണുപ്പുണ്ടായിരിക്കും തോന്നുന്നത്. കാറ്റടിച്ചിട്ടായിരിക്കും. എന്തായാലും ഡേ ടൈം ക്ലൈമറ്റ് മാറുമായിരിക്കും. അങ്ങനെ ഇതാണ് ഞങ്ങൾ പാരീസ് സെൻട്രലിലോട്ട് പോകുന്ന ബസ്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സെൻട്രലിലേക്കുള്ള യാത്ര തുടർന്ന് ബസ്സിൽ. പിന്നെ ഏകദേശം വെളിച്ചം വന്ന് തുടങ്ങിയാണ്. പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് സെറ്റായി വരുമായിരിക്കും. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട് സെൻട്രലിലോട്ട്. അങ്ങനെ ഏകദേശം നേരം വെളുത്ത് ഏകദേശം 9:30 മണിയായി. ഇപ്പോഴും നമ്മൾ ഔട്ടർ ഭാഗത്താണുള്ളത്, പക്ഷെ നല്ല ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ ബസ് കയറി ഏകദേശം സെൻറ്റർ എത്തി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഐഫിൽ ടവറിൻ്റെ ആ മ്യൂസിയത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് കയറി പോയിട്ട് വരും. അതൊക്കെ ഇങ്ങനെ നോക്കാം. എന്തായാലും നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പാണ്. ഞങ്ങളവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ മെട്രോ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടുന്ന് മെട്രോ ഇറങ്ങി ഇപ്പോൾ അടുത്ത മെട്രോ കയറണം. ഇങ്ങനെ പോവാണ്. സംഭവം ഈ ഏരിയ നല്ല സീനാണ് കേട്ടോ. പിന്നെ പോക്കറ്റിങ് എല്ലാം വൻ ഫ്രോഡ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ടിക്കറ്റൊന്നും എടുക്കാണ്ട് മെട്രോയിൽ കയറുന്നത്. പിന്നെ നമ്മളൊക്കെ അടുത്തുനിന്ന് ഫോൺ എടുക്കാൻ വരെ പേടിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ഫോൺ തന്നെ ഒറ്റ പോകുമെന്നുള്ളത് നമുക്കറിയില്ല. അത്രയ്ക്ക് ഡേഞ്ചർ ആൾക്കാരാണ്. സീന്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയോ കേട്ടോ സെൻട്രലിലേക്കൊക്കെ, അവിടെയൊക്കെ എന്താവോ എന്തോ. അങ്ങനെ ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. സംഭവം ഈ ഏരിയ ഒക്കെ വൻ സീൻ കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗൈസ് ഫ്രാൻസ്. കുറച്ച് പേടിക്കാനുണ്ട്. ഫുള്ളിങ്ങനെ ഇതുണ്ട്, അണ്ടർഗ്രൗണ്ടാണ് ഫുള്ള് മെട്രോ. പിന്നെ ആൾക്കാരും വൻ പേടി. അത് ശരിക്കും പേടിച്ചു പോയി.
പിന്നെ ഒരു ടിക്കറ്റൊക്കെ എടുക്കാണ്ട് ഇങ്ങനെ തള്ളി നമ്മൾ സ്കാൻ ചെയ്യുന്ന അവിടെ നിന്നൊക്കെ തള്ളി കയറുക. നമ്മളെ ബാക്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്ത ഒരാൾ നിൽക്കും, അപ്പോൾ നമ്മൾ കയറുന്ന ഗ്യാപ്പിൽ ഒരു കയറും. അതൊക്കെയാണ് ഇവിടെ ഗൈസ് നടക്കുന്നത്. പിന്നെ ഫോണ് എല്ലാം സൂക്ഷിക്കുക, വൻ സീനാണ്. ഇത് ഡൽഹിയിലൊക്കെ ഉള്ള പോലെ അണ്ടർഗ്രൗണ്ട് മെട്രോ. ഇപ്പോൾ നമ്മൾ പുറത്ത് കയറി ഒരു സ്ട്രീറ്റിലെത്തി. ഇവിടെയൊക്കെ കൊള്ളാം, കൺസ്ട്രക്ഷനാണെന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെ സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ട്. യൂറോപ്പിൽ വന്നിട്ട് ഇത്രയും ബൈക്കുകൾ ഇങ്ങനെ കാണണേ. നാട്ടിലൊക്കെ പാർക്ക് ചെയ്തിട്ടോ പോലെ. ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ബൈക്കൊക്കെ കുറവാണല്ലോ. ഞങ്ങളങ്ങനെ റൂം എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഏകദേശം ഒരു ഐഫിൽ ടവർ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഫുഡും കഴിച്ചില്ല, ഫുഡും കഴിക്കണം. അങ്ങനെ എന്തായാലും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഓക്കെ കേട്ടോ, നല്ല വലിയ സിറ്റിയും വലിയ സ്ട്രീറ്റൊക്കെ നൈസാണ്. ഇവിടെയൊക്കെ കുറച്ച് ഓൾഡ് ടൗണാണ്, പഴയ കുറേ ബിൽഡിങ്ങുകളാണ് ഇവിടെയൊക്കെ കാണുന്നത്. അത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഏരിയ ഫുള്ള് അങ്ങനെയാണ്. എന്തായാലും മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടാണ് ഒരു പഴയ ഒരു ബിൽഡിങ്, എന്താണാവോ. പിന്നെ അങ്ങോട്ടേക്കുള്ള സ്ട്രീറ്റൊക്കെ അടിപൊളിയാട്ടോ. പക്ഷേ പഴയ പെയിൻറ്റിങ്ങും കാര്യങ്ങളാണ്, എന്തായാലും കൊള്ളാം. ഇതാണ് ഫ്രാൻസിൻ്റെ ഫ്ലാഗ്. അതിങ്ങനെ പാറുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്, സീനാണ്. ഇവിടെ ഈ സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു പഴയ ഒരു എന്താ പറയുക ബിൽഡിങ്ങുകളൊക്കെ അവിടെ, ഇതൊക്കെ അടിപൊളി. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി നോക്കാം. ഓ, ഇതിൻ്റെ ആർക്കിടെക്ചർ ഇതാ ഒരു രക്ഷയില്ല, അടിപൊളി. അതേപോലെ ഈ സർക്കിളില്ലേ, അടിപൊളി. ബോസ്റ്റേക്ക് ഒരു ഓഡിറ്റോറിയം പോലത്തെ സെറ്റപ്പാണ്. പിന്നെ അവിടെ സെറ്റ്. അങ്ങനെ ഗായ്സ്, ഇതാണ് മറ്റേ വേൾഡ് ഫേമസ് ലോറെ മ്യൂസിയം. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ മൊണാലിസ, ഡാവിഞ്ചിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് കയറണോ കയറണ്ടേന്നുള്ളൊരു ഇതിലാണ്. എന്തായാലും നോക്കാം. ഇതാണ് ആ ലോറെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ പഴയ ഒരു കെട്ടിടം, അടിപൊളി. ഇതുകൊണ്ട് സ്ട്രീറ്റൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതൊരു ജംഗ്ഷനാണ്, അത് ഹോട്ടൽ ഡുലോവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അടിപൊളി. സ്ട്രീറ്റൊക്കെ ഒരു രക്ഷയില്ല. അങ്ങനെ അവിടെയും കുറേ എന്തൊക്കെയോ കാണുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ വേറൊരു ജംഗ്ഷനിലെത്തിയതാ. ഏതാ അടിപൊളി, എനിക്ക് ശരിക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാ കൺട്രി പോയാലും ഈ സുവനീർ വാങ്ങുന്നൊരു പതിവുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കുറേ ആൻറ്റിക്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെഗ്ഡിയിൽ ഭക്ഷണം കഴിക്കാൻ വന്നു. പിന്നെ നല്ല വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. മെഗ്ഡിയിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. അവിടെ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ഒരു ഔട്ടർ. പിന്നെ ഈയടാ മോനെ, അവിടെ ഒരു ഹെവി സ്കൈ വീല്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കണ്ടേ. ഓ, ഇതേതായാലും അടിപൊളിയിട്ട്. അതും ആൾക്കാരതിൽ കയറിയാണ്. പിന്നെ അത് മെല്ലെ കറങ്ങുന്ന പക്ഷേ സൂപ്പർ. അങ്ങനെ ഈ സ്കൈ വീലിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മളെ കഥാനായകൻ അതാ അവിടെ ഐഫിൽ ടവറിൻ്റെ ഒരു എൻഡ് കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. അടിപൊളി. ഓ, ഈ ബിൽഡിംഗ് ഒക്കെ ഏതാ അടിപൊളിയെന്നാ, സെറ്റ്. ഞാൻ ആംസ്റ്റർഡാമിൽ പോയതിന് ശേഷം ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സിറ്റി കാണുന്നതാണ് ഇപ്പോഴാണ്. സ്കൈ വീൽ ഇതാ ഇവിടെ. ഓ, അടിപൊളി. ഇവിടെ ഈ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇത്രയും സ്റ്റാളൊക്കെ ഇവിടെ. അടിപൊളി. ഈ സ്കൈ വീലിൻ്റെ നേരെ താഴെ ഹൈറ്റാ. ഇപ്പോൾ സ്റ്റോളൊക്കെ അടിപൊളി. പിന്നെ മറ്റേ ഹെൽസിങ്കിയും മറ്റേ ടാലിനും പോലെയല്ല, ഇത് ഭയങ്കര വെറൈറ്റിയാണ്, സൂപ്പർ. പിന്നെ അവിടെ വലിയ പാർക്കുണ്ട്. പിന്നെ
അതിൻ്റെ അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതൊന്നും ശരിക്കും മനസ്സിലാവണില്ല എന്തൊക്കെയാണെന്നുണ്ട്. അടിപൊളി. സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് നടന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വൈനാന്ന് തോന്നുന്നു. യെസ്, വൈൻ. സൂപ്പർ. എൻ്റെ മോനെ, ക്രിസ്മസ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാ. ഞാൻ ഇതുവരെ യൂറോപ്പിൽ വന്നിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ഞാൻ കണ്ടില്ല. ഞാൻ 3-4 കൺട്രീൻ്റെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതേതായാലും അടിപൊളി. ഇങ്ങനെ നീണ്ട് കിടക്കുക. അവിടെ എൻ്റെ സ്കൈ വീല് സൂപ്പർ. ഇതൊക്കെ സെറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് ബാർബിക്യൂ, പിന്നെ ഗ്രിൽ ചിക്കൻ, ഇങ്ങനത്തെയൊക്കെ ഓരോ സെറ്റപ്പാണ്. ഏതായാലും ക്രിസ്മസ് മാർക്കറ്റ് ഏതായാലും പൊളി കിട്ടാം, അടിപൊളി. അതേപോലെ ഇവിടെ കുറേ സിമിലർ ആയിട്ടുള്ള കടകൾ കുറേ സെറ്റ് വൈറ്റ് കളറിൽ അടിപൊളി. അവിടെ മറ്റേ കറങ്ങുകയും ചെയ്യും പൊങ്ങുകയും ചെയ്യും. ആ സാധനം അവിടെ അതിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സെറ്റ് പൊളി. അങ്ങനെ നമ്മൾ ഏകദേശം ആ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ എൻ്റെ എത്താനായി. പിന്നെ അടിപൊളി. ഇതെൻ്റെ യൂറോപ്യൻ യൂണിയനിലുള്ള 8ാമത്തെ കൺട്രിയാണ് ഫ്രാൻസ്. അതേതായാലും സൂപ്പർ കൺട്രിയായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കൺട്രിയാണ് പിന്നെ ഫ്രാൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ വരാൻ പറ്റി, ഇതൊക്കെ കാണാനും പറ്റി. ഞാൻ എന്തായാലും ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് വരാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല. ഏതായാലും സൂപ്പർ. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം. പിന്നെ ഐഫിൽ ടവറിൻ്റെ അടുത്ത് നിന്ന് എത്തിയില്ല, അവിടെ വേറെ പോകാനുണ്ട്. പിന്നെ കുറേ ഉണ്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ നോക്കട്ടെ. കണ്ടെടുത്തോളം സൂപ്പറാണ്. പിന്നെ എല്ലാ സ്ട്രീറ്റ് ആയാലും സിറ്റി ആയാലും ബിൽഡിംഗ് ആയാലും ഒക്കെ അടിപൊളി. പിന്നെ ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ക്രിസ്മസ് മാർക്കറ്റും കാണാൻ പറ്റി. അവിടെ നിന്ന് തുടങ്ങിയ ക്രിസ്മസ് മാർക്കറ്റ് ഏകദേശം ഇവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ്. പിന്നെ ഇത് മറ്റേ കറങ്ങണ സാധനം തന്നെ. ഇത് മറ്റേ വെള്ളത്തിൽ ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഓടി കളിക്കണം. ചെക്കനൊക്കെ പടച്ച് കളിക്കുന്നതാണ്. ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ടോപ്പിലുള്ള വ്യൂ. ഒരുപാട് ഇങ്ങനെ നടന്ന് വന്നാവുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ശരിക്കും രോമാഞ്ചം ഉണ്ടാവുന്നുണ്ട് ഇവിടെ. കാരണം നമ്മളൊക്കെ ഈ ചെറുപ്പം മുതലേ കാണാനല്ലേ ഐഫിൽ ടവറൊക്കെ ഈ ഫോട്ടോയില്ലേ. ഞാനിപ്പോൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ലോങ് ആണെന്നാലും എൻ്റെ ഫസ്റ്റ് സൈറ്റ് അത്യാവശ്യം ഫുള്ളായിട്ട് കാണാം. ഞാൻ കാണിച്ചു തരാം. അടിപൊളി. ഇതെൻ്റെ ഫസ്റ്റത്തെ ഇത്ര അടുത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണം. അത് അത്യാവശ്യം ലോങ്ങിലാണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കൂടി കാണിച്ചു തരാം. ഞാനിത് ഐഫിൽ ടവർ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ നടക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോയി നോക്കട്ടെ. അതിൻ്റെയൊക്കെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല അങ്ങോട്ടൊന്നും പോകാൻ. നാളെയാണ് അങ്ങോട്ടൊക്കെ പോകാൻ വിചാരിച്ചത്. ഞങ്ങളിപ്പോൾ നടന്ന് ഇതിൻ്റെ അടുത്ത് എത്തിയതാണ്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കിളികളൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് വരിയായിട്ട്. എനിക്ക് എന്തോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയായിരിക്കും. അതാ പോയി, എല്ലാം പോയി. ഈ പാർക്കൊക്കെ ഏതാ അടിപൊളി. ഇപ്പോൾ ഈ വിൻ്ററായിട്ട് ഈ ഇലകളൊന്നും ഇല്ലാത്ത, പിന്നെ ഓട്ടം സീസണിലൊക്കെ ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ മറ്റേ സാധനം അതാ കറങ്ങണ സൂപ്പർ. ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ കറങ്ങുന്നത്. ഇതൊക്കെ ശരിക്കും നല്ല റോയൽ സ്ഥലം. പിന്നെ ഇവിടെ എന്തോ ഒരു ടോംബ് പോലത്തെ എന്തോ കാണുന്നുണ്ട്, മോണമെൻ്റ് എന്തോ. പിന്നെ അവിടെയാണ് നമ്മളെ ഐഫിൽ ടവർ. എൻ്റെ ഈ മുന്നിൽ കാണുന്നതാണ് ഫ്രാൻസിലെ പാലസ്. നല്ല റോയൽ ലുക്ക് തന്നെ. പിന്നെ ഫ്രാൻസിൻ്റെ ഫ്ലാഗ് അത് അവിടെ ഇങ്ങനെ പറക്കുന്നു. ഇവിടെ നിന്നാണ് ഈ പാലസിൻ്റെ ശരിയായൊരു വ്യൂ എന്ന് പറയുന്നത്. ഇത്രയുണ്ട്, സൂപ്പർ. ഇവിടെ ഈ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുള്ളൂ. അതിൻ്റെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതവിടെ വേലിയൊക്കെ കെട്ടി വെച്ച്
നമ്മളിപ്പോൾ ഉള്ളത് പാലസിൻ്റെ ഫ്രണ്ടിലാണ്. പാലസ് ഏതായാലും റോയൽ ലുക്കാണ്, അടിപൊളി. ഇതൊക്കെ ഏകദേശം എല്ലാം ഒരേ ആർക്കിടെക്ചറാണ്, അടിപൊളി. ഇവിടുന്ന് ഏകദേശം ഐഫിൽ ടവറിൻ്റെ അടുത്തൊക്കെ ഒരു 2 കിലോമീറ്റർ എങ്ങാനും ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ 2 കിലോമീറ്ററിൻ്റെ അവിടുന്ന് ഐഫിൽ ടവർ കാണാൻ പറ്റും. കാരണം ഐഫിൽ ടവറിൻ്റെ ഹൈറ്റിലുള്ള ഒറ്റ ബിൽഡിംഗ് ഇല്ല അതിൻ്റെ ചുറ്റുവട്ടത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു അതിന് പെർമിഷൻ ഇല്ലയെന്ന് തോന്നുന്നു. ഐഫിൽ ടവറിനെക്കാട്ടി ഹൈറ്റ് കൂടിയ ബിൽഡിങ് പറ്റൂല എന്ന്. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ കാണണം അവിടെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നൈറ്റ് വേറെ രസമാണ്, ലൈറ്റൊക്കെ വെച്ചിട്ട് ഒക്കെ കാണണം. എല്ലാം കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ നമ്മളെ ആ ഫ്രണ്ടിൽ ആ ഇന്ത്യ ഗേറ്റ് പോലെ കാണാനാണ് ഇവരെ ആർക്ക്. അത് ഭയങ്കര ഫേമസ് ആയി ഇവിടെ. വേറെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നതാണ് എന്ത് രസമാണ്, ദൂരെ ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ അതാ അവിടെ നമ്മളെ ഐഫിൽ ടവർ സൂപ്പറായിട്ട്. ഞാൻ ഈ ഫ്രാൻസിലത്തെ വീഡിയോ ഒക്കെ ഒറ്റ വീഡിയോ ആക്കി ഇടാനാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇവിടുത്തെ ഈ ഇതൊക്കെ കാണിച്ച് എന്തായാലും വീഡിയോ ലോങ് ആവും. അപ്പോൾ 2-3 ദിവസത്തേക്ക് ആക്കി ഇടേണ്ടി വരും. കാരണം നമ്മൾ ഏതൊരു ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് ഓണാക്കുക. കാരണം എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാ സ്ട്രീറ്റുകളും. എന്തായാലും ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു കൺട്രിയാണ് ഈ ഫ്രാൻസ്. പിന്നെ അതേതായാലും ഒന്നും നിരാശപ്പെടുത്തിയില്ല. അത്യാവശ്യം നല്ല അടിപൊളി കൺട്രി തന്നെയാണ്. അതേപോലെ അവിടെ ബോട്ടിൻ്റെ സെറ്റപ്പും ഉണ്ട്. നമ്മളെ ഈ ജങ്കാറൊക്കെ പോലെ അതിവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒരു അടിപൊളി ബിൽഡിങ്. പിന്നെ അവിടെ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായി. എന്തായാലും അവിടെ എത്തിയിട്ടൊക്കെ നോക്കാം. ഇത് അടിപൊളി. ഏതായാലും ഇങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാട്ടാ, സെറ്റ്. അതിങ്ങനെ ചുറ്റി കാണിച്ചു തരാം. അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, ഈ വിൻറ്റേജ് പോലെ. പിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മൾ നടന്നു വന്ന പാലസാണോ ഹോട്ടലാണോ എന്താണോ, അത് നൈസാണ്. അവിടെ മറ്റേ സാധനം പിന്നെ കറങ്ങി തുടങ്ങി. സൂപ്പർ, അടിപൊളി. അതേപോലെ ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തി. ഇവിടുന്ന് നല്ല ഐഫിൽ ടവറിൻ്റെ അടിപൊളി വ്യൂ. അവിടെ കുറേ തട്ടായിട്ട് കുറേ ബിൽഡിങ് കാണുന്നുണ്ട്. അതിൻ്റെ വ്യൂ ഒക്കെ കൊള്ളാം. അതവിടെ ഈ അസംബിൾ നാഷണാല് പാർലമെൻറ്റ് പോലെ എന്തോ സെറ്റപ്പായിരിക്കും. ഒരു ബോട്ട് അതെങ്ങനെ പോകണം, ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് പോകുന്നത്. കുറേ ആൾക്കാരെല്ലാം ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തായാലും ഇതിലൂടെ നടക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഞാൻ ഒരു പടം കണ്ടിരുന്നു, അണ്ടർ ദ പാരീസ്. അതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഈ പാർക്കൊക്കെ ഞാൻ കണ്ടത്. ഇവിടെയൊക്കെ ഈ ഷാർക്കൊക്കെ വന്നിട്ട് സെറ്റ് പടമായിരുന്നു. എന്തായാലും ഇതിലൂടെ നടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, എല്ലാം ഇങ്ങനെ കാഴ്ചകളൊക്കെ. അതേപോലെ ഈ ബ്രിഡ്ജും അടിപൊളി. ഈ ബ്രിഡ്ജിൻ്റെ രണ്ടറ്റത്ത് 2 പില്ലറും ഉണ്ട്, അതൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. രക്ഷയില്ല കേട്ടോ, സൂപ്പർ. എന്താ ഒരു കുറച്ച് വലിയ ബോട്ട് ഇത് പോകണം. കാരണം ഇവിടുത്തെ ഈ ബോട്ടിനൊന്നും ഹൈറ്റ് ഉണ്ടാവില്ല, കാരണം ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെയൊക്കെ പോകുന്നതുകൊണ്ട്. പിന്നെ സൈറ്റ് സീയിങ് ബസ്സൊക്കെ ഇതാ അവിടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നു വരുന്നു. നമ്മൾ എത്ര നടക്കണ ദൂരമൊന്നും അറിയുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അതാ അവിടെ അതൊരു പാലസ് സെറ്റപ്പ്. എന്തായാലും അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കണം എന്താണെന്ന് അറിയണമെങ്കിൽ. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെ ആ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അടിപൊളി കാണാനൊക്കെ. നല്ല വലിപ്പമുള്ളൊരു ബ്രിഡ്ജ്. അതേപോലെ ഈ റൂട്ടൊക്കെ ഏതാ പൊളി. അവിടെ കുറേ ബിൽഡിങ്ങുണ്ട്. പിന്നെ കാറ് പോകുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടുത്തെ അത് പാലസ് ആണോ എന്നുള്ള അറിയില്ല. എന്തായാലും അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തായാലും നോക്കാം. ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് എത്താനായി. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. പിന്നെ എസ്പ്ലനാഡേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്.
എന്തായാലും കാണാനൊക്കെ അടിപൊളി. ഇങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ അടുത്തെത്തി. ഇത് പാലസും അതൊന്നല്ല, പിന്നെ ഇതൊരു എന്തോ മ്യൂസിയമാണ്. കണ്ടാൽ നമുക്കിങ്ങനെ ഒരു റോയൽ ലുക്കാണ്. പിന്നെ നമ്മുടെ മിലിറ്ററീൻ്റെയൊക്കെ അങ്ങനെ എന്തോ ഒരു മ്യൂസിയമാണ്. അതിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമീൻ്റെ മ്യൂസിയമാണ്. മ്യൂസിയം ആർമി. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഐഫിൽ ടവർ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അതേപോലെ ഞങ്ങൾ നടന്നത് വേറെ സ്ട്രീറ്റിലെത്തി. അടിപൊളി. ഇതാ കുറേ കഫേസൊക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളി. എന്താ ഇവിടെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞായി കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിൻ്റെ പിന്നാമ്പുറത്തൂടാണ് വരുന്നത്. നമ്മൾ ആ റൂട്ട് കയറിയപ്പോൾ ഇതിൻ്റെ ബാക്കിലെത്തിപ്പോയി. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ എൻഡിൽ ഐഫിൽ ടവറാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഇങ്ങനെ ഞാൻ ഫൈനലി നടന്ന് ഐഫിൽ ടവറിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, എന്തൊരു സൈസ്! അടിപൊളിട്ടാ. കുറേ നടന്നു നിന്നാലും ഇവിടെ എത്തിയത് മുതലായി. ശരിക്കും അൺബിലീവബിൾ. എൻ്റെ മുകളിലൊക്കെ ലിഫ്റ്റൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നാളെയാണ് എൻ്റെ മുകളിൽ കയറാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നാളെ ഒന്നും കൂടെ വരും. ഇപ്പോൾ ഏകദേശം ഇവിടെ ഇരുട്ടായി തുടങ്ങി. ഓ അടിപൊളിട്ടാ. സെക്കൻഡ് ഫ്ലോർ വരെ എത്ര 15 യൂറോ അത്ര എന്തോ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും നാളെ വരും. ഇതിപ്പോൾ ഞാൻ ഏകദേശം വന്ന ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ, പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിൽ കൂടെയാണ് ഈ റോഡൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഇതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഇതിൻ്റെ സൈസ് മനസ്സിലാവുന്നത്. എൻ്റെ എന്താ ഹൈറ്റാ. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ആ ബോളോ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. എന്തായാലും കുറച്ചുകൂടി അതിൻ്റെ അടുത്ത് പോയി നോക്കാം. ഇപ്പോൾ ഞാൻ കറക്റ്റ് ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലുള്ള ഇത്ര ഹൈറ്റുള്ള സാധനം. ഞാനൊരു കിഡിലും വ്യൂ കാണിച്ചു തരാം. അടിപൊളി. ഈ ഒളിമ്പിക്സിൻ്റെ സിമ്പിൾ ഇപ്പോഴും എടുത്തു കളഞ്ഞില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നവരാണ് ഇവിടെ. ഇതിനുള്ള വരിയാണ്. ഏതായാലും അടിപൊളി. ഇത് കുറച്ചും കൂടി ലോങ് എന്നുള്ളൊരു വ്യൂ ആയിരുന്നു. അടിപൊളി. ഞാൻ ഐഫിൽ ടവറിൻ്റെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് മാറി വന്ന് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയ നല്ല വ്യൂ ആണ്. അവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ കുറേ ഐഫിൽ ടവറിൻ്റെ പിക്ചർ വരച്ച് വെച്ചാൽ അയാൾ കാണാനൊക്കെ അടിപൊളി. നൈസ്. അപ്പം എല്ലാം അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ ഐഫിൽ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ക്രിസ്മസിൻ്റെ സ്റ്റാൾ പോലെ. അടിപൊളി. ഇവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗൊക്കെ കാണുന്നേ. പിന്നെ കുറേ കഫേസും കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ കൊള്ളാം. പിന്നെ ഇവിടെ കുറേ ഈ ചൂതാട്ടം പോലത്തെ കളിയാണ്. മറ്റേ നമ്മളെ ഗ്ലാസ് ഇങ്ങനെ നീക്കിയിട്ട് ഏത് ഗ്ലാസ്സിലാണ് ബോൾ എന്നുള്ള തപ്പിയിട്ട് ഒക്കെ വെറുതെ ഫ്രോഡ് പരിപാടിയാണ്. അതൊക്കെ ഓരോ ടീം തന്നെ കുറേ ആൾക്കാർ എന്നിട്ട് വെറുതെ ഇങ്ങനെ ആൾക്കാരെ ഒന്ന് പൈസ തട്ടിയെടുക്കാനുള്ള ഓരോ ഉടായ്പാണ്. അതിലൊന്നും പോയി വീഴാതിരിക്കുക. ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറാൻ പോവാണ്. അവിടെ എത്തിയിട്ട് ഒരു വ്യൂ ഞാൻ കാണിച്ചത്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ വ്യൂ. അയ്യോ, ഏകദേശം സൺസെറ്റും ആവാനായി. സൂപ്പർ, അടിപൊളി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്നുള്ള വ്യൂ. പെർഫെക്റ്റ് വ്യൂ. ഇവിടെ കുറേ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നുകൂടി ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഗാർഡനിങ് ഒക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഏതായാലും അടിപൊളി. ഇതിൻ്റെ മുകളിൽ ഇവിടെ ചായയും പിന്നെ ഇവിടെ കുറേ തെരുവ് പോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നല്ല വ്യൂവിൻ്റെ ഹൈറ്റ് അവിടെ. ഇതിപ്പോൾ 4 മണിയായിട്ടുള്ളൂ. 8 മണിക്കാണ് മറ്റേ ലൈറ്റ് ഓൺ ആവുള്ളൂ. ഓരോ മണിക്കൂറും ഫസ്റ്റ് 5 മിനിറ്റ് ഇങ്ങനെ കത്തും.
അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതെന്തായാലും നാളെ എന്തായാലും വരും. നാളെ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഐഫിൽ ടവറിൻ്റെ അടുത്തുനിന്ന് ഏകദേശം പോകാനായി. പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കോഫിയോ ചായ ആയിട്ട് കുടിച്ചിട്ട് നേരെ റൂമിലോട്ട് തിരിക്കും. അപ്പോൾ നൈറ്റ് ലൈറ്റിൻ്റെ വ്യൂ ഒക്കെ നാളെ എന്തായാലും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.